ബഹുമാനപ്പെട്ട ശ്രീ ജി സ്റ്റീഫൻ, ജലവിഭവ വകുപ്പ് മന്ത്രി. സർ, തൊളിക്കോട് കേന്ദ്രമാക്കി കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു സബ് ഡിവിഷൻ രൂപീകരിക്കണമെന്നുള്ളതാണ് സർ സബ്മിഷൻ. ഇത്തരത്തിലൊരു പുതിയ സബ് ഡിവിഷൻ രൂപീകരിക്കുകയാണെങ്കിൽ 1,00,000 കണക്ഷനുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കഴിയും സർ. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയും 19 പഞ്ചായത്ത് ഉൾപ്പെടുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു അധികാരപരിധിയാണ് നിലവിലുള്ള നെടുമങ്ങാട് സബ് ഡിവിഷനുള്ളത്. തൽഫലമായി ജലവിതരണം, മെയിൻ്റനൻസ് പ്രവൃത്തികൾ, JJM വർക്കുകൾ, റവന്യൂ കളക്ഷൻ എന്നിവയെല്ലാം നടത്തുന്നതിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കണക്ഷനുകളുടെ എണ്ണവും വളരെ കൂടുതലാണ്. മാത്രമല്ല, എൻ്റെ മണ്ഡലത്തിൽ 5 പഞ്ചായത്തുകൾ വനമേഖലയുമായി ബന്ധപ്പെട്ട പഞ്ചായത്തുകളാണ്. അവർക്കും ഇതൊരു അസൗകര്യമാണ് സർ. ഇത്തരത്തിൽ വളരെയധികം വിസ്തൃതിയേറിയ പ്രദേശങ്ങൾ ഉള്ള സബ് ഡിവിഷനെ വിഭജിച്ച് തൊളിക്കോട് കേന്ദ്രീകരിച്ച് ഒരു സബ് ഡിവിഷൻ രൂപീകരിക്കണം. ഇത് സമീപത്തുള്ള മണ്ഡലങ്ങളുടെ പഞ്ചായത്തുകളെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടി കഴിയും. അവിടെ നമ്മുടെ തൊളിക്കോട് ഗ്രാമപഞ്ചായത്ത് ഈ ഓഫീസ് സ്ഥാപിച്ചാൽ സൗജന്യമായി കെട്ടിടം വിട്ടുതരാമെന്ന് നിലവിൽ സമ്മതിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിലവിലുള്ള ഉദ്യോഗസ്ഥരെ പുനർവിന്യസിക്കുന്നതിൻ്റെ ഭാഗമായി അധിക സാമ്പത്തിക ബാധ്യത വകുപ്പിനുണ്ടാകുന്ന സ്ഥിതിയില്ല. ആയതുകൊണ്ട് തൊളിക്കോട് കേന്ദ്രീകരിച്ച് കേരള വാട്ടർ അതോറിറ്റിയുടെ ഒരു സബ് ഡിവിഷൻ രൂപീകരിക്കണമെന്നാണ് ഞാൻ ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ടത്. ജലജീവൻ മിഷൻ പദ്ധതി പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. ഇതിൻ്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം ആവശ്യമാണെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ആ നിലയിൽ സർക്കിൾ ഓഫീസർ റവന്യൂ ജില്ലാടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ ഡിവിഷൻ ഓഫീസുകൾ 3-4 നിയമസഭാ മണ്ഡലത്തിൻ്റെ അടിസ്ഥാനത്തിലും സബ് ഡിവിഷൻ സെക്ഷൻ ഓഫീസുകൾ പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള ഒരു ധാരണ ഉണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ആ പ്രപ്പോസൽ ജീവനക്കാരുടെയും സംഘടനകളുമായും ഉയർന്ന ഉദ്യോഗസ്ഥരുമെല്ലാം വർക്ക്ഷോപ്പുകളെല്ലാം നടത്തി ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ചെയ്യാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വരുമ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയിൽ ആ ഘട്ടത്തിൽ അത് പരിഗണിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.